ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയായിട്ട് ഭയങ്കര അടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കണക്കുണ്ടെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് ഉണ്ടെങ്കിൽ പേളി മാണിക്കെതിരെ സംസാരിച്ച ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ഉണ്ണി തെറി വിളിച്ചുകൊണ്ടുള്ള ഓരോരോ കമൻസാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണി പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എക്സ്ട്രോവേർട്ട് ആവണമെന്നുള്ള രീതിയിലൊന്നും ഉണ്ടാവത്തില്ല. ഒരുപാട് പേര് ഇൻട്രോവേർട്ടുകളായിരിക്കും, ഒരുപാട് പേരുണ്ട് എക്സ്ട്രോവേർട്ടുകളായിരിക്കും. ഇപ്പോൾ പേളിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സോ തൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ ആൾക്കാരെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനൽ വെച്ചിട്ടുള്ള ഫാമിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് കണക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെയാണ് പേളി മാണി. ഇത് കണക്ക് ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയുടെ കാര്യം, പിള്ളേരുടെ കാര്യം, എല്ലാ കാര്യങ്ങളും ഇത് കണക്ക് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കടന്ന് ചിന്തിച്ച് ഭാവിയിൽ ആ പിള്ളേർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഫാമിലി മാറ്ററാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആ പിള്ളേർക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. ഇനി ഭാവി വരുവാണെങ്കിൽ അത് അവർ തന്നെ ഹാൻഡിൽ ചെയ്യുക. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ പിള്ളേരെ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ദ്രോഹിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്തായിരുന്നാലും ശരി, അതിന് പേളി മാണി ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ഇത് കണക്കത്തുള്ള കാര്യങ്ങളിലൊന്നും ഭയങ്കരമായിട്ട് ശ്രദ്ധയൊന്നും കൊടുക്കത്തില്ല. ആൾക്കാർ എന്ത് പറയുന്നുള്ളത് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അത് തനിക്ക് പ്രശ്നമല്ല. അതുപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ താനും ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്രോമിലൂടെ എന്തോ ഒരു കാര്യത്തിലൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇത് കണക്ക് ആൾക്കാരെ കുറ്റം പറയുന്നതിന് പകരം ഇത് കണക്ക് തന്നെ ഹീലാവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള രീതിയിലായിരുന്നു പേളിയും പറഞ്ഞിരുന്നത്.